എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ മൊമന്റോസ്കി അവനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു ഫ്ലെയിം ക്ലൗഡ് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം കൈഡോ ക്രിയേറ്റ് ചെയ്തതുപോലെ അത്രയും വലിയൊരു ഫ്ലെയിം ക്ലൗഡ് അതിനിരട്ടിയുള്ളത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ യമട്ടോ പറഞ്ഞതുപോലെ അവനെ കൊണ്ട് ആ ഒരു ഉർഗഷിമ അതിനെ പുഷ് ചെയ്ത് പുറകിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അങ്ങനെ അവൻ പുഷ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൈഡോയുടെ കോൺസെൻട്രേഷൻ അത് മൊമന്റോസ്കിക്ക് നേരെ തിരിയും. മാത്രമല്ല അവനും നല്ല ശക്തിയായിട്ട് ഫ്ലെയിം ക്ലൗഡ് ക്രിയേറ്റ് ചെയ്ത് ഉർഗഷിമ പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ സമയം ലൂഫിക്ക് ഈസി ആയിട്ട് അവന്റെ കഥ കഴിക്കാം. ഇൻ കേസ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ വലിയ അപകടം സംഭവിക്കും. മൊമന്റോസ്കി ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കില്ല. അവനെ കൊണ്ട് പറ്റും പോലെ മുക്കയും മൂളിയും ഒക്കെ ആ ഫ്ലെയിം ക്ലൗഡ്സ് അത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഒരല്പം ഫ്ലെയിം ക്ലൗഡ്സ് മാത്രമേ അവന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. കറക്റ്റായിട്ട് കൈഡോ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഒരുപാട് ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. യമട്ടോ പെണ്ണാണെങ്കിൽ ഒരു സെക്കൻഡ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യും. ഒർഗഷിമ ഐലാൻഡ് അത് ഫ്ലവർ ക്യാപിറ്റലിലേക്ക് വന്ന് പതുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒർഗഷിമയിലുള്ള വെപ്പൻസും എല്ലാം തന്നെ പൊട്ടിത്തെറിച്ച് ആ ഐലാൻഡ് തന്നെ നശിക്കും. ഞാനും ഈ സമയം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ ഇമ്പാക്റ്റെങ്കിലും കുറയ്ക്കാനായിട്ട് ആ വെപ്പൻസ് അതൊക്കെ ഡിഫ്യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഐലാൻഡിന് പുറത്ത് തള്ളണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പം മൊമന്റോസ്കിയോട് തീർത്തു പറയും, ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വിട്ടു തരികയാണ്. നിന്റെ ബെസ്റ്റ് കൊടുത്ത് ഈ ഐലാൻഡിനെ നീ പുറകിലേക്ക് പുഷ് ചെയ്യണം. സമയം കൊണ്ട് എനിക്ക് കഴിയുന്ന അത്രയും വെപ്പൻസ് അത് ഞാൻ ഈ ഐലാൻഡിൽ നിന്ന് പുറന്തള്ളാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ ഐലാൻഡിലേക്ക് എടുത്തു ചാടി പതിയെ മുകളിലേക്ക് കയറും. മൊമന്റോസ്കി ആണെങ്കിൽ യമട്ടോയെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവനെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. മൊമന്റോസ്കിയുടെ നിലവിളി കേട്ട് അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിനക്കിപ്പോ ഒരു മിഷൻ തന്നിട്ടാണ് ഞാൻ പോകുന്നതെന്ന്. നീ നിന്റെ ഫ്ലെയിം പവർ എങ്ങനെയെങ്കിലും ഫോക്കസ് ചെയ്ത് അത് യൂസ് ചെയ്ത് ഈ ഐലാൻഡിനെ തള്ളി പുറകിലേക്ക് കൊണ്ടുപോകണം. ഓഡനും കിന്നും അങ്ങനെ എല്ലാവരും നിന്നെ വിശ്വസിച്ചാണ് അവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്തത്. നിനക്ക് മാത്രമേ ഇത് ചെയ്യാനായിട്ട് കഴിയൂന്ന് പറയും. അത് കേട്ട് മൊമന്റോസ്കി ആണെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ട്രിഗേർഡ് ആവും. കട്ട് ചെയ്ത ഇവിടെ സൈബർ പോൾ ആൾക്കാർ അവരാണെങ്കിൽ ആ ലുച്ചയെ കോണ്ടാക്ട് ചെയ്ത് പറയും, ഇവിടെ കൈഡോ എന്ന ഡ്രാഗൺ മാത്രമല്ല മറ്റൊരു പിങ്ക് ഡ്രാഗൺ കൂടെ എത്തിയിരിക്കുകയാണ്. അതാരാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ലുച്ചിക്കാണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. നേവിക്കാർ പറയും, ഞങ്ങളുടെ ഗസ് ശരിയാണെങ്കിൽ വേഗ് ഓഫ് പങ്ക് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡെവൽ ഫ്രൂട്ട് കഴിച്ചത് അത് ആളായിരിക്കും. അവൻ ലൂഫിയോടൊപ്പം കൈഡോയ്ക്ക് എതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ലുച്ചിയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് വണ്ടർ അടിക്കുകയാണ്. പക്ഷെ അവൻ ഒരു കാര്യം തീർത്ത് പറയും, ഈ ഫൈറ്റിൽ ആര് ജയിച്ചാലും തോറ്റാലും റോബിനെ അവളെ മിസ് ചെയ്യരുത്. മാത്രമല്ല ഒരുപാട് നേവി കപ്പല് ഞാൻ ഐലാൻഡിനെ നോക്കി അയച്ചിട്ടുണ്ട്. കൈഡോ ആണ് ഒരു വലിയ വാറിൽ തോൽക്കുന്നതെങ്കിൽ വാനോ കിൻഡം നേവിക്കാർ ടേക്ക് ഓവർ ചെയ്യും. പിന്നീട് നേവിയുടെ അണ്ടറിലായിരിക്കും വാനോ കിൻഡം എന്ന് പറയും. അതിന് ആ സൈഫർ പോളും ഓക്കെ പറയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് കാസ്റ്റിലിന്റെ 3rd ഫ്ലോർ കാണിക്കും. അവിടെ റോബിനും ബ്രൂക്കും അവർ രണ്ടുപേരും ഹായ് ആയിട്ട് ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും അവരുടെ അസിസ്റ്റൻസ് അവർ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ആവശ്യം എങ്ങനെയെങ്കിലും റോബിനെ സേഫ് ആയിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്ത് എത്തിക്കുക എന്നത് മാത്രമാണ്. അതിന് ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് 2 തവണ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വാക്ക് ചെയ്യും. ആ ഒരു വാക്കിൽ തന്നെ റൗണ്ട് ചെയ്ത സോൾജിയേഴ്സിനെല്ലാം തന്നെ ആഴത്തിൽ പരിക്ക് പറ്റി അവരങ്ങനെ താഴേക്ക് വീഴുകയാണ്. വീണ്ടും വില്ലന്മാര് അവിടേക്ക് ഇരച്ചു വരുന്നത് കണ്ട റോബിനും ബ്രൂക്കും അവരവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ നല്ല ഫ്രഷായി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ റോബിൻ അവൾ ഒരുപാട് നേരം ഫൈറ്റും ചെയ്തുകൊണ്ടും അവളുടെ എനർജി അത് യൂസ് ചെയ്തുകൊണ്ടും അവളിപ്പോ നല്ല രീതിയിൽ ടയേർഡാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ മൊമന്റോസ്കിയെ കാണിക്കും. അവനാണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്തതുപോലെ ഒരു ഫയർ ക്ലൗഡ് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവൻ ക്രിയേറ്റ് ചെയ്യും, പക്ഷെ അത് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇല്ലാതാവുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ അവനെ തന്നെ ബൂസ്റ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ഫ്ലവർ ക്യാപിറ്റലിലെ ആളുകൾ അവരെല്ലാവരും ഇല്ലാതാവും. എന്ത് വില കൊടുത്തും ഇത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കും. അതേസമയം യമട്ടോ അവളാണെങ്കിൽ പതിയെ മുകളിലേക്ക് വലിഞ്ഞു കയറും. മൊമന്റോസ്കി തീർച്ചയായിട്ടും ഐലാൻഡിനെ പുഷ് ചെയ്ത് പുറകിലേക്ക് കൊണ്ടുപോകും എന്ന വിശ്വാസത്തിൽ അവൾ മുകളിലേക്ക് കയറി ആ വെപ്പൻസിന് ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ചാടി ഓടും. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ക്വീനും സാഞ്ചിയും അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ക്വീനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, സ്മോക്കിന്റെ ആ ഒരു കോട്ട് അതെനിക്ക് കാണണം. നീ അതിട്ട് മര്യാദയ്ക്ക് എന്നോട് ഫൈറ്റ് ചെയ്യാനായിട്ട് എന്നോട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യാന്ന് പറയും. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. ഞാനാണെങ്കിൽ തീർത്ത് പറയും, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഓൾറെഡി ആ ഫാമിലി ഓർക്കുന്നത് പോലും ഒട്ടും ഇഷ്ടമല്ല. ആ ഒരു കോട്ടിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവൻ അടിച്ചു പറയും. ഞാനാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവനോട് കെഞ്ചാണ്, പ്ലീസ് ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഒരൊറ്റ തവണ മാത്രം നീ അതൊന്ന് ധരിക്കേ. അതിൽ കൺട്രോൾ പോയ സാഞ്ചിയാണെങ്കിൽ അവന്റെ കാലിൽ ഫയർ കൊണ്ടുവരും. അതിനുശേഷം അങ്ങനെ കറങ്ങി വന്ന് ക്വീന്റെ മുഖത്ത് ആഞ്ഞു തൊഴിക്കുകയാണ്. ആ ഒരു തൊഴിയിൽ ക്വീൻ അങ്ങനെ ഒരു തകർത്ത് ദൂരേക്ക് പോയി അട്ടിച്ചു വീഴും. അത് കണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. ക്വീൻ സമറൈസ് ആണെങ്കിൽ ക്വീൻ നോക്കൗട്ട് ആയെന്ന് കരുതി അവന്റെ ചുറ്റും നിന്ന് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. പക്ഷെ ദൂരത്തായിട്ട് ചോപ്പർ അവനാണെങ്കിൽ
ക്വീനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അവൻ ഒരു ദിനോസറാണ്. ദിനോസറിന് അത്ര എളുപ്പത്തിൽ തകർക്കാനായിട്ട് കഴിയില്ല. ചോപ്പർ ഇത് പറയേണ്ട താമസം അടുത്ത നിമിഷം ക്വീൻ ചാടി എഴുന്നേൽക്കുകയാണ്. എന്ത് കരുതി പോലെ ഒരു സാധാരണ മനുഷ്യന് എന്നെ ഒറ്റയടിക്ക് കൊന്നുതള്ളാൻ കഴിയുമെന്നോ? ഒരിക്കലുമില്ല. എൻ്റെ പവർ എന്താണെന്ന് നിനക്കറിയോ? 1 മില്യൺ വർഷത്തോളം എനിക്കിവിടെ റൂൾ ചെയ്യാൻ കഴിയും. അതാണ് എൻ്റെ പവർ. ഒരു ഡൈനോസറിൻ്റെ പവർ എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫുൾ കലിപ്പിൽ അങ്ങനെ ടെററായിട്ട് നിൽക്കും. അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന അവൻ്റെ അസിസ്റ്റൻസ് അവനെ സപ്പോർട്ട് ചെയ്യാണ്. കമോൺ ക്വീൻ, നിന്റെ പവർ അവന് കാണിച്ചു കൊടുക്ക്. എങ്കിൽ ഫുൾ പവറിൽ അങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുകയാണ്. അടുത്ത നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ക്വീൻ അവൻ്റെ വാല് അതാ ബിൽഡിങ്ങിൽ ആഞ്ഞൊരടി. ആ അടിയുടെ ഫോഴ്സിൽ അവൻ്റെ കഴുത്ത് അങ്ങനെ തെറിച്ചു പോയി. ഇപ്പൊ സാഞ്ചിയെ അങ്ങനെ ചുറ്റി വലിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ക്വീൻ ആണെങ്കിൽ ക്യാഷ്ഡായിട്ട് പറയും, ഒരു ഡൈനോസറിന്റെ പവർ എന്താണെന്ന് നിനക്കറിയില്ല. വർഷങ്ങളോളം ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും കെൽപ്പുള്ളവനാണ് ഞാൻ. ഒരിക്കലും നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ സാഞ്ചി അങ്ങനെ ചുറ്റി വലിക്കുകയാണ്. വലിക്കും തോറും സാഞ്ചിയുടെ എല്ലുകൾ അത് നുറുങ്ങാനായിട്ട് തുടങ്ങും. മറ്റുള്ള സാമുറൈസിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്കറിയാം ഇപ്പൊ ആര് വിചാരിച്ചാലും സാഞ്ചിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന്. ഇനിയും ഒരുപാട് ടൈം സാഞ്ചിയെ വലിച്ചു മുറുക്കുകയാണെങ്കിൽ അവന്റെ എല്ലുകൾ മുഴുവനായിട്ട് നുറുങ്ങി ഇന്റേണൽ ഓർഗൻസ് പോലും മിക്സ് ആയി പോവും. ക്വീൻ ആണെങ്കിൽ സാഞ്ചിക്ക് ഒരു ഓഫർ കൊടുക്കും. നീ നിന്റെ കോട്ട് അതിട്ട് എന്നോട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാനിപ്പോൾ വിടാം. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊന്നു തള്ളും. മാത്രമല്ല നിനക്കൊരു സീക്രട്ട് അറിയോ? ഞാനൊരു വലിയ സയന്റിസ്റ്റ് ആണ്. ആക്ച്വലി എൻ്റെ ആ ഡൈനോസർ ബോഡിക്ക് എത്രയൊക്കെ നിങ്ങൾ അറ്റാക്ക് ചെയ്താലും യാതൊന്നും സംഭവിക്കില്ല. കാരണം ഒരു ഫേക്ക് ബോഡിയാണ്. എൻ്റെ റിയൽ ബോഡി ആയിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല. എൻ്റെ റിയൽ ബോഡി അതിൻ്റെ തലയും കഴുത്തും മാത്രമാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അപ്പോഴായിരിക്കും ക്വീനിൻ്റെ ടെക്നിക്ക് അവർക്ക് പിടികിട്ടുക. ക്വീൻ്റെ റിയൽ ബോഡിയും ക്വീനിന്റെ ജീവനും അതെല്ലാം ഉള്ളത് അവൻ്റെ തലയിലും കഴുത്തിലും മാത്രമാണ്. നമ്മുടെ ആൾക്കാർ ഇത്രയും നേരം അറ്റാക്ക് ചെയ്തത് അവൻ്റെ ഫുൾ ബോഡിയിലാണ്. ക്വീൻ ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ബോഡി ചൂണ്ടിക്കാണിച്ച് പറയും, അതിൽ ഞാൻ ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. 2 മിസൈലുകൾ ഇപ്പോൾ ഞാൻ നിനക്ക് നേരെ അയക്കും എന്നവൻ പറയേണ്ട താമസം 2 മിസൈലുകൾ അങ്ങനെ തെറിച്ചു വന്ന് ക്വീൻ്റെ തലയിൽ തന്നെ കൊള്ളുകയാണ്. ക്വീൻ ആണെങ്കിൽ ബോധം കെട്ട് അങ്ങനെ അടിച്ച് താഴെ വീഴും. അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. സാഞ്ചി ആണെങ്കിൽ അവൻ്റെ പിടിയിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരികയാണ്. അവൻ്റെ രൂപമൊക്കെ കണ്ട് എല്ലാവരും ഞെട്ടും. ചോപ്പറിന് മനസ്സിലാവും ആ ക്വിക്ക് ഹീലർ മരുന്ന് അതിപ്പോൾ സാഞ്ചിക്ക് ഉപയോഗിക്കണമെന്ന്. കാരണം അവൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് ബോഡിയിലെ എല്ലൊക്കെ തള്ളി അവൻ മൊത്തത്തിൽ ഡാമേജ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ എങ്കിലും അവനെ കൊണ്ട് നടക്കാൻ കഴിയുന്നുണ്ട്. അത്ഭുതത്തോടു കൂടെ എല്ലാവരും ആ കാഴ്ച നോക്കി നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അവനാണെങ്കിൽ അവൻ്റെ കൈ വെച്ച് തള്ളി നിൽക്കുന്ന എല്ലുകളെല്ലാം തന്നെ അടിച്ച് നേരെയാക്കുകയാണ്. കാലിലും ബോഡിയിലുള്ള എല്ലുകൾ അവൻ നോർമലാക്കും. ഒപ്പറിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം ഇതുവരെ സാഞ്ചി അവൻ ഇങ്ങനെ സ്വയം റിക്കവറി ആവാനുള്ള ഒരു പ്രത്യേകതര എബിലിറ്റി അതുള്ളതായിട്ട് അവന് മനസ്സിലായിട്ടില്ല. അവനങ്ങനെ വണ്ടറടിച്ച് നിൽക്കുമ്പോൾ സാഞ്ചിയും ആ കാര്യം തിരിച്ചറിയും. ഓ നോ, അപ്പൊ ഞാനും അവരെ പോലെയാണോ ചോദിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയം ക്വീൻ അവൻ്റെ വലിയ സ്ക്വാഡ് എടുത്ത് സാഞ്ചിക്ക് നേരെ ആഞ്ഞു വീഴ്ചയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും സാഞ്ചിയോട് ഓടാനായിട്ട് പറയും. പക്ഷെ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. ആ സ്ക്വാഡ് അത് സാഞ്ചിയുടെ തലയിൽ വന്ന് ആഞ്ഞിടിച്ച് 2ആയിട്ട് പൊട്ടി വീഴുകയാണ്. ഇവിടെ സാഞ്ചി അവൻ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ പപ്പ ആണെങ്കിൽ ഇപ്പോൾ അവരോട് 4 പേരോട് പറയും, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപാട് സയന്റിഫിക് ആയിട്ട് മോഡിഫൈ ചെയ്തും ടെക്നോളജി യൂസ് ചെയ്തിട്ടുമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. നിങ്ങൾ എല്ലാവരും സൂപ്പർ ഹ്യൂമൻസ് ആണ്. ഇന്നു മുതൽ നിങ്ങൾക്ക് ഞാൻ ട്രെയിനിങ് തരും. ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളായിരിക്കും ഈ വിൻസ്മോക്ക് ഫാമിലി അത് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞ് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ്ങിന്റെ ഇടയിൽ സാഞ്ചിക്ക് അത്തരത്തിലുള്ള പവറൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി അവനെ അവിടുന്ന് പുറത്താക്കും. ഇതാ സാഞ്ചി അവനാണെങ്കിൽ പ്രസന്റിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ ടെൻഷൻ ആവുകയാണ്. സോ ഇപ്പൊ അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ എക്സ്ട്രാ പവർ അവയ്ക്കനായിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ സാഞ്ചി അവൻ ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.